ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറും കുടുംബവുമാണ്. ആ പ്രിയ മകന് കർത്താവ് കൊടുത്ത വിടുതലായി ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ തന്നെ തൻ്റെ വൈഫിന് കൊടുത്ത വിടുതലായി ദൈവത്തിന് നന്ദി പറയുകയാണ്. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ തൻ്റെ പ്രാർത്ഥനാ വിഷയമെന്ന് പറയുന്നത് താൻ ചെയ്യുന്ന ബിസിനസ് വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട്, വീണ്ടും മാനിക്കപ്പെടുന്നതിനായിട്ട്, തൻ്റെ കുടുംബമായി ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിനായിട്ട് ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഈ മകന് ഈ എപ്പിസോഡിന് വേണ്ടി കരം നീട്ടിയിരിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ നന്മകൾ കൊണ്ട് ഈ മകനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സത്യവചനവും സാക്ഷ്യങ്ങളും ഈ മകൻ മുഖാന്തരമാണ് കടന്നു വരുന്നത് എന്നുള്ളത് തിരിച്ചറിവിലേക്ക് വന്നിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് കണ്ണുകളൊന്ന് അടച്ച് നിങ്ങൾ ഇപ്പോൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊടുത്തത്. എങ്കിൽ നിങ്ങളുടെ സ്ഥിതിയും മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളെ ജോൺ ബ്രദറിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്യുന്ന ആ ബിസിനസ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മേഖലയിലും അങ്ങ് കരുതുകയും കാക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വിടുതൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മകന് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, എങ്കിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നുള്ള വിഷയത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ദൈവം മാറ്റമില്ലാത്തവനും വിശ്വസ്തനുമാണ് വീണ്ടും വീണ്ടും പറയുവാനായിട്ട്. കാരണം ഹല്ലേലൂയ, ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ ഈ തിരുവചനവുമായി കഴിഞ്ഞ 6 വർഷവും ഏകദേശം 2 മാസങ്ങളുമായി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ നിൽക്കുന്നത്. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല. ദൈവം ഓരോ ദിവസവും നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ, നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം എന്നെ ശ്രദ്ധിക്കുന്നത്. ഹല്ലേലൂയ, ഞാനൊരു മതത്തിൻ്റെ വ്യക്തിയായിട്ടോ ഞാനൊരു സംഘടന ഉയർത്താനോ മതത്തെ ഉയർത്താനോ ഒന്നുമല്ല ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളോർത്ത്, എന്നെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തെ വിടുവിച്ചതോർത്തും ഞാൻ ദൈവത്തിനെ ഉയർത്തുവാൻ വേണ്ടി എന്നാൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ഈ മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. അതിനെ മാനിക്കുന്ന, അല്പത്തിൽ വിശ്വസനെങ്കിൽ അധികത്തിൽ വിചാരകനാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതൊന്ന് ഓർക്കുമ്പോൾ 5 വർഷത്തിന് മുമ്പ് ഒരു ദിവസത്തെ ഒരു എപ്പിസോഡുമായിട്ട് പവർ വിഷനിൽ കടന്നു വന്നതാണ്. ഇന്ന് 6 വർഷം കഴിയുമ്പോൾ 6 TV ചാനലിലേക്കും യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലും ഒക്കെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ പ്രാരംഭ സമയത്തിൽ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത, കാരണം 2019 എന്നോട് ദൈവം സംസാരിക്കുന്നത് ഈ വർഷം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വർഷമാണ്. ദ ഇയർ ഓഫ് ഗാഡ് ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ള വിഷയമാണ് കർത്താവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറിവാക്യത്തിലേക്ക് നമ്മൾ ഓടി വരികയാണ്. 36-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം. യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘത്തോളവും എത്തുന്നു. കർത്താവിൻ്റെ ദയ ആകാശത്തോളവും ദൈവത്തിൻ്റെ വിശ്വസ്തത മേഘത്തോളം എത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദയയുടെയും വിശ്വസ്തതയുടെയും വലിപ്പമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് 117-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ ഈ 2 വാക്യങ്ങളോടൊന്ന് ചേർത്ത് നിങ്ങളോട് സംസാരിക്കുക. ഞാനും നിങ്ങളും എന്തെല്ലാം വിധത്തിലും അവസാനിച്ചു എന്ന് പറഞ്ഞാലും അവൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളതാണ്. വിശ്വസിക്കാമെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തോളം ഈ വിശ്വസ്തത കൂടെ വരാൻ പോവുകയാണ്. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കർത്താവ് നിങ്ങളെ വിട്ടു പിരിയാത്തവനാണ് എന്ന് പറഞ്ഞാൽ ചിലവർ ചോദിക്കാറുണ്ട്, എന്നെ ഇപ്പം ആരും സഹായിക്കാനില്ല ബ്രദറെ, പാസ്റ്ററെ, എന്നെ ഒരാൾക്ക് പോലും സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം, അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളോടൊന്ന് വായിക്കാൻ പോവുകയാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ,
നിന്നെ നിർമ്മിച്ചവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ആ ദൈവം നമ്മോട് സംസാരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാം, നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നദി നിൻ്റെ മേളിൽ കവിയത്തില്ല, അതേപോലെ തന്നെ തീയിലൂടെ നടന്നാൽ നീ വെന്തുപോകത്തില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. 4 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1 വെള്ളം, 2 നദി. വെള്ളത്തിലൂടെ നമുക്ക് അത്യാവശ്യം കടന്നു പോകാൻ കഴിയും. എന്നാൽ നദി ഒഴുകുന്ന ഒന്നാണ്, ആഴം അളക്കാൻ പറ്റത്തില്ല. അതിലൂടെ നോർമലായൊരു വ്യക്തിക്ക് നടന്നു പോകാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ, ആ അനുഭവത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നദി എന്ന് പറയുന്നത് വളരെ ഒഴുക്കും ആഴമുള്ള ഒന്നാണ്. അതിനകത്തൂടെ കടന്നു പോകുന്ന അനുഭവത്തിൽ മനുഷ്യർക്കാർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മെ നിർമ്മിച്ചവനും നമ്മെ പേർ ചൊല്ലി വിളിച്ചവനും നമ്മുടെ കൂടെ വരാൻ ശക്തനാണ്. തീയും അതേപോലെ തന്നെ, തീയിലൂടെ വേഗത്തിൽ ഓടിപ്പോകാനൊക്കെ ചിലവർക്ക് പറ്റുമായിരിക്കാം. പക്ഷേ അഗ്നിജാല, കത്തി നിൽക്കുന്ന ഫ്ലെയിമിലൂടെ ആർക്കും പോകാൻ പറ്റുന്നത്, വെന്തുപോകും. പക്ഷേ അതിൽ കൂടെയും നമ്മുടെ കൂടെ വരുന്ന സർവശക്തനായ ദൈവം. ഇന്ന് ഈ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഞാൻ പറയുന്നത്, ഏത് സാഹചര്യത്തിലും ഞാൻ ഒന്നുകൂടെ പറയാം, ഹല്ലേലൂയ, മനുഷ്യന് എല്ലാം നല്ലതാണെങ്കിൽ എല്ലാവരും കൂടെ കാണും. പക്ഷേ എല്ലാം പ്രതികൂലമായി അവസാനിച്ചെന്നൊക്കെ തോന്നിയാൽ ഹല്ലേലൂയ, ആരും സ്വന്തക്കാർ പോലും നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത പറയാം, നീ നിലംപരിശായാലും അവിടെ നിന്ന് എൻ്റെ നീതിമാൻ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത് പോലെ ഒരു കരം വന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. ഏത് അവസ്ഥയിലും നമ്മെ വിട്ടുമാറാതെ നമ്മുടെ കുഴിയിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ദൈവം. എങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു ഭാഗം വ്യക്തമായി തൊട്ടിരുന്നു. അതിനെ തുടർന്ന് കണ്ടിന്യൂഷൻ വരുന്നത് 2 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവൻ കഴിയില്ലല്ലോ, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, എല്ലാം അവസാനിച്ച് മുമ്പോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയാം, ഈ വർഷത്തെ നിങ്ങളുടെ പ്രോമിസ് വാക്യമാക്കി നിങ്ങളിത് എഴുതി വെക്കണം. കാരണം നാം അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം അവനെ ത്യജിക്കുവാൻ കഴിയുകയില്ല. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞു നിർത്തിയത് 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ പറഞ്ഞു പോവുക, അവൻ തൻ്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും പോലെയായിരിക്കും. അപ്പം ചിറക് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ തൊട്ടു. അവൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നവൻ അനർത്ഥത്തിൽ നിന്നും ആപത്തിൽ നിന്നൊക്കെ വിടുവിക്കും എന്നുള്ളത് സങ്കീർത്തനക്കാരിലൂടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു. എന്നാൽ ഈ എപ്പിസോഡിൽ അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. പരിച എന്ന് പറയുന്നത് ശത്രുവിൻ്റെ എതിർപ്പിനെ മുഴുവൻ തടയുന്ന ഒന്നാണ്. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി പറയുന്നു. ശത്രുവിൻ്റെ തീയമ്പുകളെയൊക്കെയും തടയുന്ന വിശ്വാസമെന്ന പരിചയമെടുത്ത്. അപ്പം വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് നിൽക്കുകയാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എന്നെ മുമ്പോട്ട് നടത്താൻ ശക്തനാണെന്ന് നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പരിച വെളിപ്പെട്ട് കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പരിച എപ്പോഴും മുമ്പോട്ടുള്ള യാത്രയാണ് കാണിക്കുന്നത്. ദൈവവചനം എന്ന വാള് കാണിക്കുന്നു. ഈ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് തന്നെ പോയിരിക്കും. ഹല്ലേലൂയ. എങ്കിൽ ഇവിടെ അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയമാണ്. 2 പറയാം, പലക പോലെയാണ്, നമ്മളെ മറയ്ക്കുന്ന ഒന്നാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളേത് അവസ്ഥയിലാണെങ്കിലും ഈ ദൈവവചനം കേൾവി നിങ്ങളെ മറയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ പിതാവ് ഒരിക്കലും മാറാത്തവനാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല.
ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ദൈവത്തിൽ നിന്നാണ് സകല നന്മകളും തികഞ്ഞ വരങ്ങളും വെളിപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഈ വർഷം ഏറ്റവും കൂടുതൽ അറിയേണ്ടത്, നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നിടത്തൊക്കെ വിശ്വസ്തരാണെങ്കിൽ, ഹല്ലേലൂയ, ആ ഉയരത്തിൽ നിന്നാണ് നന്മകൾ വെളിപ്പെട്ട് വരുന്നത്. അത് ആദ്യം നാം തിരിച്ചറിയണം. നമ്മുടെ ഒരു ചെറിയ പനി പോലും മാറ്റാൻ ഒരു പാസ്റ്ററിനോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ല. ദൈവം കനിഞ്ഞാൽ, ദൈവം കാണിച്ചാൽ, ദൈവം തൊട്ടാൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി വന്നിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ദേശത്തിൽ നന്മ ചെയ്ത് വിശ്വസ്തയെ ആചരിച്ചുകൊണ്ട് യഹോവയിൽ തന്നെ രസിച്ചാൽ അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരുമെന്ന് 37-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നന്മ ചെയ്യാൻ തീരുമാനമെടുക്കണം. വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാകുക. ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. അപ്പം ഇവിടെ മുഴുവൻ നന്മകളും പിതാവിൻ്റെ അടുക്കൽ നിന്നാണ് വെളിപ്പെടുന്നത്. എത്ര പേർക്ക് ഈ വാക്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയത്തില്ല. ഞാനിത് POC ബൈബിളിനോടൊന്ന് വായിക്കാൻ ആഗ്രഹിക്കും. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അപ്പം എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഈ വാക്യം വായിപ്പിച്ചത്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ നന്മകളും പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് വരുന്നത്. 2, ആ ദൈവത്തിന് മാറ്റമില്ല. ദൈവം ഒരിക്കലും സാഹചര്യമനുസരിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളെ പോലെ ഫോൺ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വിട്ടുമാറുന്ന ആൾക്കാരല്ല. അവൻ്റെ വിശ്വസ്തത 117-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം പറഞ്ഞതുപോലെ നമ്മോടുള്ള അവൻ്റെ ദയ വലുതാകുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ഈ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നതാണ്. എങ്കിൽ ആര് പറഞ്ഞാലും, ആര് നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം ചെയ്താലും ദൈവത്തിൻ്റെ വിശ്വസ്തത അങ്ങനെ തന്നെ വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വെളിപ്പെടുന്ന ഒരു വർഷമാണ്. എങ്കിൽ അവിശ്വാസത്തെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലൊന്ന് ശരണം പ്രാപിക്കാം. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകും. കടന്നുവരാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോനുണ്ട്, ഇളയ മോളിപ്പോൾ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. ഞങ്ങൾ സാറിൻ്റെ പ്രാർത്ഥന നാളുകളായിട്ട് TV-യിൽ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മോൾക്ക് വിവാഹം കഴിച്ചു. അവൾക്ക് 2 പേരും, ഒരാൾ മെദീനയിലും മോന് റിയാദിലുമായിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കുവാനായിട്ട് യാതൊരു വിധമായിട്ടുള്ള സാധ്യതകളും അവിടെ ഇല്ല. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള രാജ്യമായതുകൊണ്ട് അത് പ്രയാസമാണ്. അത് നിങ്ങൾക്കറിയാം. ഏതായാലും ഒരുവനായ ദൈവം അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച വിവരങ്ങൾ മോളെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് മോള് പാസ്റ്റർക്ക് മെസ്സേജ് അയച്ചു. അതും പ്രകാരം പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആ പറഞ്ഞ ആ ഡേറ്റിൽ തന്നെയും മോൾക്ക് അതിൻ്റെ എല്ലാ വിശേഷതകളും ഉണ്ടാകുവാനായിട്ട് വലിയ ദൈവം സഹായിച്ചു. അതിലുപരിയായിട്ട് അവൾ അവിടുന്ന് തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥനയിൽ ആയിരിക്കെ അവിടുന്ന് മെദീനയിൽ നിന്ന് ആ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്ന് അടുത്ത വേറെ പുതിയ വിസ ശരിയായി 30 ദിവസത്തിനകം തന്നെ പോകുവാൻ ഇടയായി. അത് പാസ്റ്റർ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിനുശേഷം ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുകയും പാസ്റ്റർ കാണുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങൾ പോലും വിചാരിക്കാതെ പാസ്റ്റർ പറഞ്ഞ് ഉടനെ നിനക്ക് ദൈവം ഒരു തലമുറയെ തരുകയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗരി കർത്താവ് എന്നോട് ഒരു വാഗ്ദത്തം നിന്നോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഈ വരുന്ന ഹല്ലേലൂയ 9-ാം മാസം നിനക്ക് വേണ്ടി ഒരു വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ. നീ വീണ്ടും ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നു, എന്ന് പരിശുദ്ധാത്മാവ് ഈ സൗരിക്ക് തലമുറയുണ്ടോ? സ്വതന്ത്രം കരകൾ ഉയർത്ത. 9-ാം മാസം ഇവൾക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി വരികയാണ്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ വിശേഷം ഉണ്ടെന്നുള്ളത് അവൾ വിളിച്ചു പറഞ്ഞ്. അവൾ ജനുവരിയിൽ എനിക്കും മോടെ അടുത്തേട്ട് പോകാനൊരവസരം
പാസ്റ്റർ ഞങ്ങൾ ആ പ്രാർത്ഥന വിഷയം പാസ്റ്ററോട് പറഞ്ഞതേ അല്ല. ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഉടനെ അവൾക്ക് തലമുറ ദൈവം തരുന്നെന്ന് പറഞ്ഞു. ആ പോയ മാസം കൂട്ടി അവൾക്ക് ദൈവം അവളെ അനുഗ്രഹിച്ച് ജനുവരിയിൽ എനിക്കും പോകാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് കരം നീട്ടിയാട്ടെ. 16 തുടങ്ങി. എനിക്ക് സിസ്റ്ററിനെ അറിയാം, അന്നേരം ഒന്നും കണ്ടിട്ടില്ല. TV എപ്പിസോഡ് കണ്ടപ്പോൾ ആദ്യം വിളിച്ചു. കുവൈറ്റിൽ നമുക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു സഹോദരിയാണത്. ഈ സഹോദരി ആദ്യം വിളിക്കാനുണ്ടായ അനുഭവം ഈ ജനം കേൾക്കണം. 2016 ജൂൺ 15-ാം തീയതി ഞാൻ യാദൃച്ഛികമായിട്ട് TV ഓപ്പൺ ചെയ്ത സമയത്തായിരുന്നു പാസ്റ്റർ പ്രസംഗം കാണുന്നത്. ആ സമയത്ത് എൻ്റെ മോനാണെങ്കിൽ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ട് നിന്നിട്ട് പഠിത്തം നിർത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അത്. ഇനി പഠിക്കാൻ പോകത്തില്ല, അവൻ വേറെ ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പോകാൻ വേണ്ടി ഞാൻ അനുമതിയും കൊടുത്തിട്ട് ഇരിക്കുന്ന ദിവസമായിരുന്നു. അന്നത്തെ പാസ്റ്റർ പ്രാർത്ഥനയിൽ അന്നത്തെ പ്രാർത്ഥന ഞാൻ കണ്ടു, പിറ്റേ ദിവസവും കണ്ടു. 3-ാമത്തെ ദിവസത്തെ പ്രാർത്ഥന ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ പേര് വിളിക്കുമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. രാവിലെ മുതൽ തന്നെ ഞാൻ കാത്തിരുന്ന പ്രാർത്ഥന കാണുന്ന സമയത്ത് പാസ്റ്റർ അവസാനം പ്രാർത്ഥന തീരുന്ന സമയത്ത് എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്ററിന്റെ പേര് എന്തുവാ ഞാൻ ടിവിയിൽ പറഞ്ഞത്? ഷീല എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവർക്കുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്കേ പറഞ്ഞോളൂ. ഹല്ലേലൂയ. 1-2 സെക്കൻഡ്. ഈ സഹോദരി ഒരു വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൈവശബ്ദത്തിന് വേണ്ടി TV പ്രോഗ്രാമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സഹോദരിയുടെ പേര് അതിനകത്ത് പറയുകയും പിറ്റേ ദിവസം ഞാൻ അപ്പോഴും തന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ മോനോട് എൻ്റെ ദൈവം സംസാരിക്കും, ഞാൻ നാളെ മോനോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം എൻ്റെ ജോലി സമയത്ത് തന്നെ എൻ്റെ മോനെ വിളിച്ചു. മോനുമായിട്ട് ഞാനൊരു 7-8 മിനിറ്റ് സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞു ഞാൻ ഇനി ഒരിടം പോകത്തില്ല, ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. അന്ന് മുതൽ തന്നെ അവൻ പഠിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ വന്നിട്ട് PSCയുടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? പഠിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഒത്തിരി ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പണി. പിന്നെ ഞാൻ 3 വർഷമായി, 2016 വീട് പണി തുടങ്ങിയത്. ആ പണി വന്നിട്ട് പെൻഡിങ്ങിൽ കിടന്നു. എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ പാസ്റ്ററുമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട് പണി തുടങ്ങി. കുറച്ച് ക്യാഷ് എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞ പാസ്റ്റർ 1 വർഷത്തിന് മുമ്പ് ഞാൻ എപ്പിസോഡുകൾ ചെയ്ത സമയത്തിന് എന്നോട് 1-2 വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സിസ്റ്റർ വീട് പണി പൂർത്തീകരിച്ചിട്ടേ താമസമാകത്തുള്ളൂ എന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വീട് ഞാൻ ആഗ്രഹിച്ചതിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് പൂർത്തീകരിച്ച് ഈ ഏപ്രിൽ 22-ാം തീയതി വീട്ടിൻ്റെ പാലുകാച്ചും കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പ്രിയരെ, ഈ വചനവും സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കർത്താവ് വലുതാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. വിശ്വസ്തയോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാണോ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ നിങ്ങളൊരു വിടുതലാണോ ആഗ്രഹിക്കുന്നത്? ആ ദൈവത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചാട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വർഷം ഇവരുടെ നന്മയുടെയും വിടുതലിൻ്റെയും വർഷമായി തീരുന്നതിനാൽ കർത്താവേ, ഞങ്ങളുടെ വിശ്വസ്തത ഈ മക്കളുടെ മേലേക്ക് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ജോയിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോയി, നിങ്ങളുടെ കുടുംബപരമായ വിഷയത്തിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ഭയങ്കര വിശ്വസ്തത വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതേപോലെ തന്നെ അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുകയാണ്. ഈ സമയത്ത് തന്നെ അമ്പിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ ഇപ്പോൾ നിങ്ങൾ കുടുംബപരമായി ഈ വർഷത്തിൽ സ്വീകരിച്ചാട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ തലമുറയും ദേശത്തിൽ ഉയർത്തപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഷെർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അയക്കുകയാണ്. ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ അങ്ങ് കരുതാൻ പോകുന്നതിനായി സ്തോത്രം. അമ്മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഇപ്പോൾ ഇവരുടെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. കർത്താവേ, ഇന്ന് എന്നെ കേൾക്കുന്ന സകല രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
അത്ഭുത വിടുതൽ ഇവരുടെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞു കഥാവേ. അതേപോലെ തന്നെ ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്ഥലം വിൽക്കാൻ കഴിയുക, പ്രോപ്പർട്ടി ഒന്നും സെയിലാകാതെ നിൽക്കുന്ന 4 കുടുംബങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. അതേപോലെ സാറായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറയുടെ നന്മ നീ കാണാൻ പോകുന്ന വർഷമാണിത്. അതേപോലെ തന്നെ എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ തന്ന ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു കഥാവേ. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കഥാവേ, ഈ സമയത്ത് തന്നെ അപ്പാ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ബിനുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവൃത്തി നടന്നു കഴിഞ്ഞു. അലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ നന്മകൾ കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ബിയൂള എന്നൊരു പേര് കഥാവ് കാണിക്കുന്നു. ബിയൂളയ്ക്ക് വേണ്ടി ഒരത്ഭുത വിടുതൽ കഥാവ് ഇപ്പോൾ അയച്ചു കഴിഞ്ഞു. യേശുവേ, നിങ്ങളുടെ തലമുറകൾ മാനിക്കപ്പെടാൻ പോവുകയാണ്. യേശുവേ, ഞാൻ ലൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ വിടുതൽ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം കഥാവെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനോദിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കാൻ പോവുകയാണ്. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന നന്മ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അയച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ കർത്താവേ, ഈ സമയത്ത് തന്നെ ഹല്ലേലൂയ ഷൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നന്മ വെളിപ്പെട്ട് കഴിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നപ്പ. യേശുവെ, ആ മകൻ്റെ വിദേശ യാത്രയ്ക്കുള്ള വഴി ദൈവം തുറന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസൺ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് നിങ്ങൾ അടുക്കുവാൻ കർത്താവ് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ വലിയ പ്രവർത്തികളാണ് നിങ്ങളുടെ മുമ്പിൽ നടക്കാൻ പോകുന്നത് കർത്താവെ. അതേപോലെ തന്നെ ആൽഫ്രഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ അയച്ചിരിക്കുന്നതിനായി നന്ദി. രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ അയച്ചതിനായി സ്തോത്രം. ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴി തുറന്നതിനായി നന്ദി. ഈ സമയത്ത് ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ അയച്ചതിനായി സ്തോത്രം. ആസ്മ രോഗി ഇപ്പോൾ സൗഖ്യമാകുന്നു. കാലിനും കൈക്കും തളർന്നു പോയ അനുഭവത്തിൽ കേൾക്കുന്ന 2 പേർ എന്നെ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി ഒരത്ഭുതം കർത്താവ് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. വിജയം ഒരു പേര് കർത്താവ് കാണിക്കുന്നു. കർത്താവ് നിങ്ങളെ തൊടാൻ പോവുകയാണ്. അതേപോലെ സിന്ധു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഹല്ലേലൂയ. സിന്ധുവിന് വേണ്ടി ഒരു ജോലിയുടെ വഴി കർത്താവ് തുറന്നു കഴിഞ്ഞു. ബീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ സ്വർഗത്തിലെ ദൈവം അയച്ചതിനായി നന്ദി. അതേപോലെ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിനകത്ത് മറുപടി കർത്താവ് അയക്കാൻ പോവുക. നിങ്ങളിപ്പോൾ വളരെ ഭാരത്തിലായിരിക്കുന്നത് കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും, തലമുറയില്ലാത്ത, വിവാഹം നടക്കാത്ത, കുടുംബത്തിൽ പ്രശ്നമായിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും ഒരത്ഭുതം അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ അപ്പാ. ഈ പ്രാർത്ഥന മുഴുവൻ ആൾക്കാരെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്നവരെ, ഈ വചനവും ഈ സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായികൾ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതേപോലെ 65 തുടങ്ങുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താട്ടെ. ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി അതിന് റിപ്ലൈ ചെയ്യുന്നത്. വാട്സാപ്പും IMOയും അതിന് ലഭ്യമാണ്. എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് വേണമെങ്കിലും അയക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് മിസ്സാകുന്നു എന്ന് തോന്നിയാൽ ഈ എപ്പിസോഡ് എൻ്റെ ലിങ്കുകൾ, യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വർഷം വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും അപ്ഡേഷനുകളുണ്ട്. നിങ്ങളത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതൊരു വലിയ നന്മയായി തീരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റായി ഇത് കാണാൻ കഴിയും. അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന ഓൺലൈൻ ചാനലിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതേപോലെ ഈ 6 വർഷവും 2 മാസമാകുകയാണ് ഈ എപ്പിസോഡുകൾ മുമ്പോട്ട്. അനേകർ ഇതിനെ സഹായിച്ചു, അനേകർ സപ്പോർട്ട് ചെയ്തു. നിങ്ങളും ഈ വർഷം ഒരു എപ്പിസോഡെങ്കിലും സ്പോൺസർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളുടെ ജീവിതം തീരട്ടെ. ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ സഹായമായി മാറട്ടെ. അവൻ ആർക്കും കടക്കാരനല്ല പ്രിയരെ. ഈ 6 വർഷമായിട്ട് 10 എപ്പിസോഡിന് മേളിൽ സ്പോൺസർ ചെയ്തവരെ എനിക്കറിയാം. അവർ ഒത്തിരി നന്മകൾ കണ്ടവരാണ്. ഹല്ലേലൂയ. എങ്കിൽ ഞാൻ വ്യക്തമായി ഓർപ്പിക്കുന്നു, കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ ശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. വലിയ സൗഖ്യം. ക്യാൻസർ രോഗികൾ ഉടനീളം ഓരോ മീറ്റുകളും സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കൃപയാണ് ഈ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രോഗിയാണോ, നിങ്ങൾ കടബാധിതയിലാണോ, നിങ്ങൾ വേദനയിലാണോ, നിങ്ങൾ മീറ്റിങ്ങുകളിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നമ്മുടെ ആരാധനകളുണ്ട്. നിങ്ങൾ കടന്നു വരണം. നിങ്ങളുടെ ബന്ധുക്കാരെ സിംഗപ്പൂരിലുണ്ടെങ്കിൽ ഇൻഫോം ചെയ്താട്ടെ. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്ന ജോൺ ബ്രദറിനും കുടുംബത്തിനോടുമുള്ള ദൈവത്തിൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്
നിങ്ങളെ ധാരാളമായി മാനിക്കാൻ പോയി. നിങ്ങൾ ഈ വർഷം ചെയ്യാൻ പോകുന്നതൊക്കെ സാധിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.